പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചങ്ക്. ഞാൻ വരുന്നതിന് മുമ്പേ ഉണ്ട്. ഞാൻ ഒരു 28 വർഷത്തെ പ്രവാസം പൂർത്തിയാക്കിയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ മാതൃഭൂമി എന്നൊരു വലിയ സ്ഥാപനത്തിൽ നിന്നാണ് മടങ്ങുന്നത്. നല്ല അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അത്രമാത്രം എനിക്കവിടെ അടയാളപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് വായനക്കാരായിരിക്കും പറയുന്നത്. പക്ഷേ പി രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഞാനിവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഞാൻ എന്തെങ്കിലും ഒരു തൂവലെങ്കിലും ഇവിടെ താഴെയിട്ടിട്ടുണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മടങ്ങുന്നത്. എൻ്റെ സൗഹൃദം എന്നെ നാട്ടിലല്ല, എൻ്റെ ഇവിടെയാണ് സൗഹൃദവും സഹോദരിയും എല്ലാം ഉള്ളത്. എൻ്റെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഇവിടെയുള്ളത്. ഒന്ന് വെളിപ്പുറത്തെത്തുന്ന ആളുകൾ ഇവിടെയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ആശങ്ക, അവരൊന്നും നാട്ടിലില്ലല്ലോ കൂടെ എന്നുള്ളൊരു വേവലാതി എനിക്കുണ്ട്. പക്ഷേ ഇന്ന് പുതിയ കാലത്ത് അത്ര ആരും ദൂരെ അല്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ പ്രവാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒരുപാട് സന്തോഷമാണ് അദ്ദേഹം ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു അതൊരു സൗഹൃദ അവിടെയാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഐഡന്റിറ്റിയിൽ പോകുമ്പോൾ ചോദിക്കുന്നത് കീർത്തി പ്രകാശിന്റെ കണ്ട കാലം മുതൽ അദ്ദേഹത്തിന് അടുത്ത ദിവസങ്ങളിൽ പോലും കലാകാരൻ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ കൂടിക്കാഴ്ചകൾ പലപ്പോഴും രംഗത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. എവിടെയെങ്കിലും നടന്നു എന്നുണ്ടെങ്കിൽ പ്രകാശേട്ടൻ ആ പേരും ആ സ്ഥലപ്പേരും മാത്രം വാർത്തകൾ അതിൽ കിട്ടണമെങ്കിലും ഓൺലൈനിൽ എന്നുള്ള രീതിയിൽ MPR എന്നുള്ള ആർക്കും പറഞ്ഞപ്പോൾ അത് ഒരു വലിയ സ്ഥാപനം എന്ന സത്യം പറഞ്ഞാൽ ഷാർപ്പയുടെ ഒരു ഫോട്ടോഗ്രാഫറാണ്. എനിക്കാണ് പേരറിയുന്നത്. അപ്പോൾ ഒന്നും മറക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പല കാര്യങ്ങളും നാട്ടിലെ പല കാര്യങ്ങളും അറിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മരണങ്ങളാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണങ്ങളെല്ലാം നന്നെ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ മൊബൈലിൽ കോളായിട്ടോ സന്ദേശമായിട്ടോ ഒക്കെ വന്ന് ഇന്ന ആൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറേ സമയത്തേക്കുള്ള ഒരു എന്താ പറയുക ഒരു നിശ്ചലാവസ്ഥയുണ്ട്. അതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ തീവ്രമാണ്. അതിൽ ഇവിടുത്തെ ഒരുപാട് ആളുകളുടെ അനുഭവം സങ്കടപ്പെടുത്തുന്ന അനുഭവം ഉണ്ട്. അത് ഒരു വാർത്ത കൊണ്ട് ചിലർക്കൊക്കെ നമുക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും മനസ്സിലുണ്ട്. മിക്കപ്പോഴും കോണ്ടാക്ട് ചെയ്യും.